സ്വന്തം മരണത്തിന്റെ ചുരുളഴിച്ച ഒരു യുവതിയുടെ കേസാണിത്. അല്പം പഴക്കമുള്ളത്. പഴക്കമെന്ന് വെച്ചാൽ 1897 നടന്ന സംഭവം. അങ്ങ് US-ലെ ഗ്രീൻബ്രിയർ കൗണ്ടിയിലെ ലൂയിസ്ബർഗിന് പുറത്താണ് സംഭവം നടക്കുന്നത്. അതിനാൽ തന്നെ ഈ കേസ് ഗ്രീൻബ്രിയർ പ്രേതക്കേസ് എന്നാണ് അമേരിക്കൻ കുറ്റാന്വേഷണ വിഭാഗത്തിൽ അറിയപ്പെടുന്നത്. സോണ എന്നറിയപ്പെട്ടിരുന്ന എൽവ സോണ ഹീസ്റ്റർ ഷൂ എഡ്വേർഡ് എന്ന കൊല്ലപ്പണിക്കാരനെയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സോണയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹ പരിശോധനയ്ക്ക് ഒരു പ്രാദേശിക ഡോക്ടറും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും എത്തി. മൃതദേഹം കണ്ടെത്തി 1 മണിക്കൂറിന് ശേഷമാണ് ഇവർ സംഭവ സ്ഥലത്ത് എത്തിയത്. പരിശോധനയ്ക്കിടെ എഡ്വേർഡ് വളരെ വൈകാരികമായിട്ടായിരുന്നു ഇടപെട്ടത്. അയാൾ ഭാര്യയുടെ മൃതദേഹത്തിനടുത്തു നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. ഭാര്യയുടെ മരണത്തിൽ ഭർത്താവിനുള്ള വേദന തിരിച്ചറിഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ നടപടികൾ അവസാനിപ്പിച്ചു. തുടർന്ന് ബോധക്ഷയത്തെ തുടർന്നുണ്ടായ മരണമാണെന്നും പിന്നീട് മരണം ഗർഭാവസ്ഥയെ തുടർന്നുണ്ടായതാണെന്നും റിപ്പോർട്ട് എഴുതി. ശവസംസ്കാരത്തിനായി പരമ്പരാഗതമായ ആചാര രീതികളിൽ നിന്നും വ്യത്യസ്തമായി എഡ്വേർഡ് തന്റെ ഭാര്യയെ ഉയർന്ന കോളറുള്ള കട്ടിയുള്ള വസ്ത്രമാണ് ധരിപ്പിച്ചിരുന്നത്. ശവസംസ്കാര ചടങ്ങുകൾക്കായി സോണയുടെ ബന്ധുക്കൾ മൃതദേഹത്തിന് അടുത്തേക്ക് വരുന്നതും എഡ്വേർഡ് തടഞ്ഞു. അയാൾ സദാനേരവും മൃതദേഹത്തിന് കാവൽ നിന്നു. എന്നാൽ മൃതദേഹം സംസ്കരിക്കാനായി എടുത്തപ്പോൾ സോണയുടെ കഴുത്തിന് പതിവിൽ കവിഞ്ഞ ചലനമുണ്ടായിരുന്നതായി ബന്ധുക്കൾക്ക് സംശയം തോന്നി. ഇതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കടുത്ത വിശ്വാസിയോ പ്രേതങ്ങളിൽ വിശ്വാസമോ ഇല്ലാതിരുന്ന സോണയുടെ അമ്മ മേരി ജെയിൻ ഹീസ്റ്റർ 1 മാസത്തിനു ശേഷം മകളുടെ പ്രേതത്തെ കണ്ടതായി ബന്ധുക്കളോട് പറഞ്ഞു. തന്റെ കിടക്കയ്ക്ക് സമീപം പലതവണ പ്രത്യക്ഷപ്പെട്ട സോണയുടെ പ്രേതം എഡ്വേർഡ് തന്നെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് തന്നോട് പറഞ്ഞതായി അവർ ബന്ധുക്കളെ അറിയിച്ചു. എന്നാൽ ബന്ധുക്കൾ മേരിയുടെ വാക്കുകൾക്ക് വേണ്ട പ്രാധാന്യം നൽകിയില്ല. തുടർന്ന് മേരി തന്റെ അനുഭവം ഗ്രീൻബ്രിയർ കൗണ്ടിയുടെ പ്രോസിക്യൂട്ടിംഗ് അറ്റോർണിയെ അറിയിച്ചു. തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത അദ്ദേഹം സോണയുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചു. സോണയുടെ കഴുത്തും ശ്വാസനാളവും തകർന്നതായി മൃതദേഹ പരിശോധനയിൽ അദ്ദേഹം കണ്ടെത്തി. ഇങ്ങനെ പ്രേതം സ്വന്തം മരണം സാക്ഷ്യപ്പെടുത്തിയ ആദ്യ കേസായി സോണയുടെ മരണം മാറി. വെസ്റ്റ് വിർജീനിയ സ്റ്റേറ്റ് ആർക്കൈവ്സ് ഡോക്യുമെന്റിൽ സോണയുടെ കഴുത്ത് ആദ്യത്തെ ജോയിന്റിൽ തന്നെ ഞെരിഞ്ഞമർന്നതായി മേരി പറഞ്ഞെന്നും പരിശോധനയിൽ അത് ശരിയാണെന്ന് കണ്ടെത്തിയതായും പറയുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മേരിയോട് മരണാനന്തരം മകളുടെ കഴുത്ത് കണ്ടിരുന്നോ എന്നും ചോദിച്ചതായും അതിന് സംസ്കരിക്കാനായി മൃതദേഹം എടുത്തപ്പോൾ അവൾ തല ചെരിച്ച് തന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതായി തനിക്ക് അനുഭവപ്പെട്ടെന്നും പിന്നീട് ആദ്യ പ്രേതക്കാഴ്ചയിൽ തന്നെ മകൾ തന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതായും മേരി അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. മൃതദേഹ പരിശോധനയ്ക്ക് പിന്നാലെ എഡ്വേർഡിന് വിചാരണ ചെയ്തു. വെറും 1 മണിക്കൂറും 10 മിനിറ്റും ചോദ്യം ചെയ്തപ്പോൾ തന്നെ എഡ്വേർഡ് കുറ്റം സമ്മതിച്ചെന്നും പ്രേതസാക്ഷ്യത്തിന് പകരം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ശിക്ഷ വിധിച്ചതെന്നും സ്റ്റേറ്റ് ആർക്കൈവ്സ് ഡോക്യുമെന്റ് റെക്കോർഡിൽ പറയുന്നു. തടവിലാക്കപ്പെട്ട എഡ്വേർഡ് 1900-ൽ മരിച്ചു. മേരി 1916 വരെ ജീവിച്ചിരുന്നു. പിന്നീട് സോണയുടെ കഥ നിരവധി വകഭേദങ്ങളോടെ നാടോടി കഥകളായി 1 നൂറ്റാണ്ടിനപ്പുറത്തേക്കും പ്രചരിക്കുന്നു. ഒരു പ്രേതസാക്ഷ്യം കുറ്റവാളിയിലേക്കും കൊലപാതക ശിക്ഷയിലേക്കും നയിച്ച ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേയൊരു സംഭവം ഗ്രീൻബ്രിയർ പ്രേതക്കേസ് മാത്രമാണ്.